ജർമ്മനിയിലെ ഒരു സ്പീൽ പ്ലാറ്റ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതൊരു കാട്ടിലാണ്. ഈ കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും പോണത് കുറച്ച് ടാസ്ക്കാണ്. എവിടെ പോകണ്ടെങ്കിലും ഇതിന് കിൻഡർവാഗൻ വേണം. Was machst du, wenn deine Puppe weint? Ja. Ja, was machst du? Du nimmst einfach und was sagst du? Alles Gute. Alles gut. Ja. 12 Jahre alt. Ist deine Baby 12 Jahre alt? Ja. Ach so. Und wie alt bist du? Und jetzt Schatzi, alles gut. sag mal, wie alt bist du? 4. Du bist 4 und dein Baby ist 12. Ja? ഞങ്ങൾ അങ്ങനെ അവളുടെ ബേബിയുടെ കഥകളൊക്കെ പറഞ്ഞ് ആദ്യം പോയത് ഒരു വാട്ടർ പാർക്കിലേക്കാണ്. ഇവിടെ പ്രത്യേകിച്ച് കളിക്കാനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം മാത്രം. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ആ വെള്ളത്തിന്റെ ഭാഗത്തേക്കേ പോയില്ല. ജർമ്മനിയിൽ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പട്ടികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പട്ടി, പൂച്ച, കോഴി, താറാവ് എന്നീ സാധനങ്ങളൊക്കെ എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ബാക്കിയുള്ള അനിമൽസിനൊന്നും പേടിയില്ല. അങ്ങനെയല്ല, എനിക്ക് എല്ലാത്തിനെയും പേടിയാണ്. നോർമലി മനുഷ്യന്മാർക്ക് പേടില്ലാത്ത അനിമൽസിനെ മാത്രം എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഞാൻ ആ യാഥാർത്ഥ്യം അങ്ങോട്ട് മനസ്സിലാക്കി. പട്ടീനെ പിടിച്ചാൽ ജീവിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എവിടെ തിരിഞ്ഞാലും പട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പട്ടികളാണ് ഇവിടെ ഉള്ളതെന്ന്. കണ്ടോ, വരിവരിയായി പോണ കണ്ടോ? അങ്ങനെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ കാട്ടിലെ സ്പീൽ പ്ലാറ്റ്സ്. ഞങ്ങൾ കാലത്തെ തന്നെ കുറ്റിയും പറിച്ചു പോയോണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എവിടെ പോയാലും ഞാൻ ആദ്യം തപ്പുക ഇരിക്കാൻ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടോന്നാണ്. അങ്ങനെ ഒരു കാടിന്റെ മണ്ടയ്ക്ക് സ്വസ്ഥമായിട്ട് പോയിരുന്നപ്പോൾ അങ്ങനെ ഇപ്പൊ നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേണ്ടത്, നീ എന്റെ പാവനെ നോക്കുന്നു പറഞ്ഞിട്ട് അവളെ പാടും നോക്കിപ്പോയി. പിന്നെ ഇതിന്റെ പുറത്തോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ തന്നെ വേണ്ടി വന്നു. എന്നിട്ട് എനിക്ക് നൈസായിട്ട് 2 ചവിട്ടും കിട്ടി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരു പാർക്കാണ് ഇഷ്ടം. ഈ ചെറുതിനെ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് നിന്ന വീട്ടിലെ മുട്ട കൊച്ചിനെ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ അവന്റെ ഓർമ്മകളായവർക്ക് ഞാൻ ഈ കൊച്ചിനെ നോക്കി നിന്നപ്പോൾ ഈ കൊച്ചിന്റെ അപ്പാപ്പൻ എന്നെ കണ്ടുട്ടി കാണിച്ചു. പിന്നെ അവിടെ നിന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ട് എസ്കേപ്പ് ആയി. നേരത്തെ വന്നപ്പോൾ പെങ്കുവിന്റെയും അവിടെ കിടക്കുന്ന സാധനത്തിന്റെ വായെന്നാണ് വെള്ളം വന്നത്. ഇപ്പൊ ആനയുടെ തുമ്പിക്കൈന്നാണ് വെള്ളം വന്നതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ വെള്ളത്തിൽ കളിക്കാന്ന് വിചാരിച്ചു. നട്ടപ്പാറ വെയിലത്ത് അന്ന് തണുക്കാന്ന് വിചാരിച്ച് ഞാനും അങ്ങോട്ട് ഇറങ്ങി. പക്ഷെ വിചാരിച്ച പോലെ അല്ലായിരുന്നു, വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് ഒറ്റോട്ടം. കുറെ നാൾക്ക് ശേഷം റെയിൻബോ കണ്ട ത്രില്ലിൽ ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നപ്പോഴേക്കും കുറച്ച് സ്കൂൾ പിള്ളേർ വന്ന് ഞങ്ങളെ പിടിച്ച് പുറത്താക്കി. അതേതായാലും നന്നായി, കാരണം സ്പീഡ് പ്ലാറ്റ്സൊക്കെ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഇവൾക്ക് ഹാലിളകും. ബേബി കരയാന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നടക്കണം. നോക്ക്, ലിഫ്റ്റ് കംപ്ലൈന്റ്, ഈ സാധനം കൊണ്ടുപോണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. ആര് കേൾക്കണ്, ഓരോരോ കഷ്ടപ്പാടുകളെ. അപ്പൊ ബൈ ഗായ്സ്.